ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ 8th ചാപ്റ്റർ ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ്റെ ഇംപ്രൂവ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ഇതിനു മുമ്പ് ചാപ്റ്റർ 6 ആയിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ കൺസെപ്റ്റ് ബേസ്ഡ് വീഡിയോയും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പാർട്ട് 1ഉം 2ഉം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോസിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയാസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആ പോർഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ഡിഫൈൻ ദ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഓഗസ്റ്റ് 2014 ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതും പല കൺസെപ്റ്റ്സ് ഉണ്ട്, അതായത് ഇലക്ട്രോണിക് കൺസെപ്റ്റ്സ് ഉണ്ട്. ഇലക്ട്രോൺസിൻ്റെ രീതിയിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഓക്സിഡേഷനെയും റിഡക്ഷനെയും ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് ഇലക്ട്രോണിക് കൺസെപ്റ്റാണ്, അതായത് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാനോ ആഡ് ചെയ്യാനോ എന്നുള്ളതാണ്. സോ എന്താ ആൻസർ നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആൻഡ് റിഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എഡീഷൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണിക് കൺസെപ്റ്റ് വെച്ചിട്ട് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്, റിഡക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ ഇസ് ദ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആൻഡ് റിഡക്ഷൻ ഇസ് ദി പ്രോസസ് ഓഫ് അഡീഷൻ ഓഫ് ഇലക്ട്രോൺ. ഇനി അടുത്തത് ഡിഫൈൻ ദ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ മാർച്ച് 2012 ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് വെച്ചിട്ട് ഓക്സിഡേഷനും റിഡക്ഷനെയും ഡിഫൈൻ ചെയ്യാൻ പറയാണ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഓക്സിഡേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ആൻഡ് റിഡക്ഷൻ ഇസ് ദി പ്രോസസ് ഓഫ് ഡിക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ എലമെൻറ്റ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് വെച്ചിട്ട് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോഴാണ് ഓക്സിഡേഷനാണ് ആ പ്രോസസ്സ് എന്ന് പറയുക. ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ ആ പ്രോസസ്സാണ് റിഡക്ഷൻ. ഇനി അടുത്തത് വാട്ട് ആർ സ്റ്റോക്ക് നൊട്ടേഷൻസ് യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ റിപ്രസെൻറ്റ് ദ ഫോളോയിങ് കമ്പൗണ്ട്സ് HAuCl4 MnO2 ഓഗസ്റ്റ് 2014 ചോദിച്ചതാണ്. അപ്പോൾ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് HAuCl4നെയും MnO2നെയും റിപ്രസെൻറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എന്താണ് ആദ്യം സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് നോക്കാം. Stock notations are some notations used to represent the oxidation number of a metal in a compound. അതായത് ഒരു കോമ്പൗണ്ടിൽ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില നൊട്ടേഷൻസിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കമ്പൗണ്ടിലെ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ മാത്രം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ചില നൊട്ടേഷൻസിനെയാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് മാത്രമേ നമ്മൾ ആ നൊട്ടേഷൻസ് കൊടുക്കുള്ളൂ കേട്ടോ, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അക്കോർഡിംഗ് ടു ദിസ് ദ ഓക്സിഡേഷൻ നമ്പർ ഇസ് റെപ്രസെൻറ്റഡ് ഇൻ റോമൻ ന്യൂമറൽ ഇൻ ദി ബ്രാക്കറ്റ്സ് ആഫ്റ്റർ ദ സിംബൽ ഓഫ് ദ മെറ്റൽ ഇൻ ദ മോളിക്കുലർ ഫോർമുല. അപ്പോൾ സ്റ്റോക്ക് നൊട്ടേഷൻ പ്രകാരം മോളിക്കുലർ ഫോർമുലയിൽ മെറ്റലിന് ശേഷം നമ്മൾ ബ്രാക്കറ്റിലായിട്ട് റോമൻ ന്യൂമറലിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എഴുതും. ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചത് HAuCl4ൻ്റെയും MnO2ൻ്റെയും എഴുതാനാണ്. അപ്പോൾ HAuCl4ൻ്റെ നോക്കുമ്പോൾ AUൻ്റെ ആദ്യം ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, അറിയാത്ത ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള വഴി അറിയാമല്ലോ. അതായത് ഇപ്പോൾ HAuCl4നെ നോക്കുകയാണെങ്കിൽ 1 + x -4 എങ്ങനെ കിട്ടി? -1 ആണ് CLൻ്റെ ഓക്സിഡേഷൻ നമ്പർ, ഇൻറ്റു 4 ആയപ്പോൾ -4, അപ്പോൾ =0. അതായത് മൊത്തത്തിൽ ചാർജസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ -2 മേലെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് =2 എന്ന് ഇടാം. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 എന്ന് കൊടുക്കണം. അപ്പോൾ 1 + x -4 = 0. അപ്പോൾ x - 3 = 0 എന്ന് കിട്ടി. x എന്ന് പറയുന്നത് 3 ആയി. അപ്പോൾ AUൻ്റെ ഓക്സിഡേഷൻ നമുക്ക് കിട്ടി 3 എന്ന് കിട്ടി. അപ്പോൾ HAu ഇവിടെ മെറ്റലായിട്ടുള്ളത് AU ആണ്, അതുകൊണ്ടാണ് AUൻ്റെ ഓക്സിഡേഷൻ നമ്പർ ബ്രാക്കറ്റിൽ എഴുതണേ കേട്ടോ. അപ്പോൾ HAu3 റോമൻ ന്യൂമറിൽ എഴുതി Cl4. ഇനി അടുത്തത് MnO2. Mn ആണ് ഇവിടെ മെറ്റലായിട്ട് വരുന്നത്. അപ്പോൾ Mൻ്റെ ഓക്സിഡേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x - 4 = 0. -4 എങ്ങനെ കിട്ടി? ഓക്സിജൻ്റെ എന്ന് പറഞ്ഞാൽ -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് -2 × 2, അപ്പോൾ -4 എന്ന് കിട്ടി. അപ്പോൾ x - 4 = 0 എന്നാണ്, x = 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് MnO2 എന്ന് എഴുതാൻ പറ്റണം. ഇനി അടുത്തത് ഫോർത്ത്, വാട്ട് ഇസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഗിവൻ എക്സാമ്പിൾ ജൂലൈ 2019 ചോദിച്ചതാണ് കേട്ടോ. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഒരു എക്സാമ്പിളും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഇൻ വിച്ച് an element in one oxidation state is simultaneously oxidized and reduced.
അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഒരു എലമെൻറ്റിന് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എലമെൻറ്റ് തന്നെ ഓക്സിഡൈസ്ഡ് ആവുകയും ആ എലമെൻറ്റ് തന്നെ റിഡ്യൂസ്ഡ് ആവുകയും ചെയ്യുന്ന ഒരു റിയാക്ഷൻ, ഒരു സ്പെഷ്യൽ റിഡോക്സ് റിയാക്ഷനാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O2 ആണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ മോളിക്കുലർ ഫോർമുല. സോ H2O2 gives H2O plus O2. നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് 2H2O2 gives 2H2O plus O2. അപ്പോൾ നമ്മളിവിടെ ഓക്സിഡേഷൻ നമ്പർ എഴുതുകയാണെങ്കിൽ H2ന് +1 വരും. 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ കൂടിയും സാധാരണ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ +1. അപ്പോൾ ഇവിടെ എക്സെപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ O2ന് -1 ആണ്. ഇനി H2Oയിൽ Hന് +1ഉം Oന് -2ഉം O2ന് 0. അപ്പോൾ ഇവിടെ പെറോക്സൈഡിൻ്റെ കേസിൽ, അതായത് H2O2യിൽ ഓക്സിജൻ നോക്കുകയാണെങ്കിൽ -1, അത് H2O ആയപ്പോൾ അത് -2 ആയി, കുറച്ചും കൂടിയും കുറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ റിഡക്ഷൻ നടന്നു, ഓക്സിജൻ റിഡ്യൂസ്ഡ് ആയി ഈ കേസിൽ. ഇനി H2O2യിൽ തന്നെ -1 ആയിരുന്നില്ലേ, അത് O2 ആയപ്പോൾ 0 ആയി ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ വീണ്ടും കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഓക്സിഡേഷനാണ് നടന്നത്. അപ്പോൾ ഒരു എലമെൻറ്റ് തന്നെ, ഓക്സിജൻ തന്നെ റിഡ്യൂസ്ഡ് ആവുകയും ചെയ്തു, ഓക്സിജൻ തന്നെ ഓക്സിഡൈസ്ഡ് ആവുകയും ചെയ്തു. Hന് മാറ്റില്ല അല്ലേ, +1ഉം Hന് മാറ്റില്ല. പക്ഷേ ഓക്സിജൻ തന്നെ റിഡ്യൂസ്ഡ് ആവുന്നുണ്ട്, ഓക്സിജൻ തന്നെ ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട്. Here the oxygen of peroxide is in -1 state and it is converted to 0 oxidation state in O2 and -2 oxidation state in H2O. അപ്പോൾ ഇനി അടുത്തത് ഫ്ലൂറിൻ റിയാക്ട്സ് വിത്ത് ഐസ് ആസ് ഗിവൻ ബിലോ. ഇക്വേഷൻ തന്നിട്ടുണ്ട്. ജസ്റ്റിഫൈ ദാറ്റ് ദിസ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഫ്ലൂറിൻ ഐസായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇക്വേഷനിൽ ഐസായ കാരണം H2O സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്നു, ഫ്ലൂറിൻ ഗേഷ്യസ് സ്റ്റേറ്റിൽ, ഗിവ്സ് HF ഗേഷ്യസ് സ്റ്റേറ്റിൽ +HO F ഗ്യാസിൽ. ഇവിടെ എല്ലാത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ആദ്യം തന്നെ എഴുതുകയാണ്. അപ്പോൾ ഹൈഡ്രജന് +1, ഓക്സിജന് -2, F2ന് 0, ഹൈഡ്രജന് ഇവിടെ +1, Fന് -1, Hന് +1, ഓക്സിജന് +1, Fന് -1. Here the oxidation number of oxygen increases from -2 to +1 and that of F is decreased from 0 to -1. So this is a redox reaction. അതായത് ഇവിടെ H2Oയിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ -2 ആണ്, എന്നാൽ HOFൽ നോക്കുമ്പോൾ +1 ആണ്. അപ്പോൾ അവിടെ ഒരു ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ് ആണ് വന്നത്, അതായത് അവിടെ ഒരു ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്. ഇനി ഫ്ലൂറിൻ F2 ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 0 ആണ്, റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ -1 ആയി മാറി. അപ്പോൾ കുറയാണ് ചെയ്തത്. 0ന്ന് -1ലേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് കാരണം അവിടെ റിഡക്ഷൻ നടന്നു. അപ്പോൾ ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു. അപ്പോൾ അവിടെ റിഡോക്സ് റിയാക്ഷനായി. ഇനി അടുത്ത 6th, റൈറ്റ് ദി റിഡോക്സ് റിയാക്ഷൻ ഇൻവോൾവ് വെൻ മെറ്റാലിക് കൊബാൾട്ട് ഇസ് പ്ലേസ്ഡ് ഇൻ എ നിക്കൽ സൾഫേറ്റ് സൊല്യൂഷൻ. അതായത് നമ്മളൊരു നിക്കൽ സൾഫേറ്റ് സൊല്യൂഷനിൽ മെറ്റാലിക് ആയിട്ടുള്ള കൊബാൾട്ടിനെ കൊണ്ടിട്ടാൽ ഉണ്ടാവുന്ന റിഡോക്സ് റിയാക്ഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെയൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇക്വേഷൻ എഴുതേണ്ടത്? കൊബാൾട്ടിനെയും നിക്കൽ സൾഫേറ്റിനെയും. അപ്പോൾ CO + NiSO4 ഗിവ്സ് COSO4 + Ni. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് റിഡോക്സ് റിയാക്ഷൻ എഴുതണ്ടു. അപ്പോൾ ഇനി 7th പോയിന്റ് എന്നാ നോക്കാം. ഇൻ ദ റിയാക്ഷൻ Pb + PbO2 + H2SO4 gives PbSO4 + H2O. Identify the following: substance oxidized, substance reduced, oxidizing agent, reducing agent. ജൂലൈ 2019 സെപ്റ്റംബർ 2012 മാർച്ച് 2013 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് ഓക്സിഡൈസ്ഡ് ആവണേ, ആരൊക്കെയാണ് റിഡ്യൂസ്ഡ് ആവണേ, ഏതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഏതാണ് റിഡ്യൂസിങ് ഏജൻറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, അതായത് ആരാണോ ഓക്സിഡൈസ്ഡ് ആവുന്നത് അവർ തന്നെയാണ് റിഡ്യൂസിങ് ഏജൻറ്റ്. ഇനി ആരാണോ റിഡ്യൂസ്ഡ് ആവുന്നത് അവർ തന്നെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ രണ്ട് കാര്യം നമുക്ക് ഇതിൽ കണ്ടുപിടിച്ചാൽ മതി, ആരാണ് ഓക്സിഡൈസ്ഡ് ആവണേ, ആരാണ് റിഡ്യൂസ്ഡ് ആവണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിന് ഇക്വേഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റും അതിൻ്റെ മേലെ എഴുതുക. PBക്ക് നോക്കുമ്പോൾ 0 ആണ്. പിന്നെ PbO2ൽ PBക്ക് +4 ആണ്, O2ന് -2 ആണ്. H2SO4 ഞാനിപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെ എഴുതിയിട്ടില്ല, കാരണം എനിക്കറിയാം ഏതാണ് ഓക്സിഡൈസ്ഡ് ആവണേ ഏതാണ് റിഡ്യൂസ്ഡ് ആവണേന്ന്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഫുൾ എഴുതുക. പിന്നെ PbSO4ൽ PBക്ക് +2. ഓക്കെ, അപ്പോൾ ഇത്ര ഇവിടെ ആവശ്യമുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഏതാണ് ആദ്യം തന്നെ അറിയില്ലല്ലോ, അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാം. ഇനി നമ്മളോട് ആദ്യം തന്നെ ചോദിച്ചിരുന്നത് സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ PB 0ന്ന് +2 സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു ഇൻക്രീസ് വരുന്നുണ്ട് അല്ലേ. സോ PB is a substance oxidized as the oxidation number is increased from 0 to +2.
ഹെൻസ് ഇറ്റ് ഇസ് എ റിഡ്യൂസിങ് ഏജൻറ്റ്. അപ്പം പി ബിയുടെ രണ്ടെണ്ണം ഉണ്ട്, എന്നാൽ ആദ്യത്തെ പി ബി എടുത്ത് നോക്കുമ്പോൾ 0 +2 ഒരു ഓക്സിഡേഷൻ നമ്പറിൽ ഒരു ഇൻക്രീസ് ആണ് കാണുന്നത്. അപ്പോൾ അത് ഓക്സിഡൈസ്ഡ് ആയി, അതിനർത്ഥം പി ബി തന്നെയാണ് റിഡ്യൂസിങ് ഏജൻറ്റ് അല്ലേ. ഇനി അടുത്ത് നോക്കുമ്പോൾ ഏതാണ് റെഡ്യൂസ്ഡ് ആവേണ്ടതെന്നാണ് നോക്കേണ്ടത്. ഈ PbO2 പി ബിനെ നോക്കാം. +4 ആണ് ഇരിക്കണേ, അത് +2 ആയി. അപ്പോൾ അവിടെ എന്തുണ്ടായി? ഓക്സിഡേഷൻ നമ്പറിൽ ഒരു ഡിക്രീസ് ഉണ്ടായി. അപ്പോൾ ആ സബ്സ്റ്റൻസ് റിഡ്യൂസ്ഡ് ആയി അല്ലേ. PbO2 ഇസ് എ സബ്സ്റ്റൻസ് റിഡ്യൂസ്ഡ് ആസ് ദി ഓക്സിഡേഷൻ നമ്പർ ഇസ് ഡിക്രീസ്ഡ് ഫ്രം +4 to +2. ഹെൻസ് ഇറ്റ് ഈസ് ദി ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതുകൊണ്ട് അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. റിഡ്യൂസ്ഡ് ആയത് ആരാണോ അയാൾ തന്നെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ ഇവിടെ PbO2 ആണ് റിഡ്യൂസ്ഡ് ആയത്, അപ്പോൾ PbO2 തന്നെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇനി അടുത്തത് 8th question. Chemical reactions which involve oxidation and reduction are called redox reactions. The unbalanced equation in the ionic form of a redox reaction is shown below. Fe2 plus Cr2O7 in the acidic medium gives Fe3 plus Cr3 Balance this equation by oxidation number method. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ ഉണ്ടെങ്കിലാണ് അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് ഇക്വേഷൻ അയനിക് ഫോമിൽ ഇവിടെ തന്നിട്ടുണ്ട്. അതൊരു റിഡോക്സ് റിയാക്ഷനാണ്, അസിഡിക് മീഡിയത്തിലാണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴി ഇത് ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് അല്ലാണ്ട് കൂടി അയോൺ ഇലക്ട്രോൺ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഏത് മെത്തേഡാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ആ മെത്തേഡ് യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ മെത്തേഡ്സ് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഓർ അയൺ ഇലക്ട്രോൺ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അല്ല അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴി തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതുവഴി തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴി ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാനാണ്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സ്റ്റെപ്പ് 1. ഈ സ്റ്റെപ്സ് എഴുതുമ്പോൾ ഈ എഴുത്തും വേണം ഇക്വേഷനും വേണം കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് 1, assign the oxidation number of each element and identify the atoms which undergo change in oxidation number. അപ്പോൾ നമ്മൾ ഓരോ എലമെൻസിനായിട്ട് ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു. അതിനുശേഷം ഏത് ആറ്റത്തിനാണ് ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരണേ നോക്കി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ എടുത്ത് എഴുതി. Fe2 plus Cr2O7 gives Fe3 plus Cr3 ഇനി Fe2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ +2, Cr2O7 നോക്കുകയാണെങ്കിൽ ഓക്സിജന് -2, Cr അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. 2x -14 = -2 എന്ന് ചെയ്ത്. -14 എങ്ങനെ കിട്ടി? ശരിക്കും ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ? -2. ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ × 7, അപ്പോൾ -14 ആയി. ഇവിടെ 2 ക്രോമിയം ഉള്ളതുകൊണ്ടാണ് 2x എടുത്തത്. അപ്പോൾ 2x -14 ഇവർക്ക് ഓൾറെഡി ഒരു മൈനസ് മൊത്തത്തിലുണ്ട്, അപ്പോൾ =-2. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 6 എന്ന്. ഇനി Fe3+ അയോണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +3 ആണ്. Cr3+ 3. അപ്പോൾ ഇവിടെ ചേഞ്ചസ് വരുന്നത് ആരൊക്കെയാ? Fe2+ 3+ ആയി, Cr6+ 3 ആയി. അപ്പോൾ Feയും Cr ആണ് മാറുന്നത്. അപ്പോൾ അവരിലാണ് ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരുന്നത്. അപ്പോൾ അതെടുത്ത് എഴുതണം. Fe and Cr are the atoms which undergo change in oxidation number. അങ്ങനെ എഴുതുക. അത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2, calculate the change in oxidation number per atom and equate them by multiplying with suitable coefficients. Here, the oxidation number of Fe is increased by 1 and that of chromium is decreased by 3. Since there are 2 chromium atoms, oxidation number is decreased by 6. So multiply Fe2+ by 6 and Cr2O7 by 1. അപ്പോൾ ഇനി നമ്മൾ ഓരോ ആറ്റത്തിനും എത്ര കൊണ്ടാണ് ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസം വന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അവരെ സ്യൂട്ടബിൾ കോഎഫിഷ്യൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 1 ടൈം ഇൻക്രീസ് ആവുന്നുണ്ട് ആൻഡ് Crൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇസ് ഡിക്രീസ് ബൈ 3. അപ്പോൾ ഇവിടെ 2 ക്രോമിയം ഉള്ള കാരണം ഓക്സിഡേഷൻ നമ്പർ 6 ആയിട്ട് ഡിക്രീസ് ആയി. സോ Fe2+ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു, Cr2O7 നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു. ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആക്കി തരാം ഇക്വേഷൻ വഴി. അതായത് നമുക്കുണ്ടായിരുന്ന ഇക്വേഷൻ Fe2+ Cr2O7 gives Fe3+ Cr3 ആയിരുന്നു. അപ്പോൾ Feയുടെ ഓക്സിഡേഷൻ നമ്പറിൽ വരുന്ന ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു. Crൽ വരുന്ന ഡിക്രീസ് എന്ന് പറഞ്ഞാൽ 2 Crൽ കാരണം ഡിക്രീസ് 6 ആയി മാറി. അപ്പോൾ Feനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, Crൻ്റെ ടേംസിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുക. അപ്പോൾ 6 Fe2+ Cr2O7 gives Fe3+ Cr3. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓൾ ദി ആറ്റംസ് എക്സെപ്റ്റ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്സിജനും ഹൈഡ്രജനും ഒഴികെ ബാക്കി എല്ലാ ആറ്റംസിനെയും ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 6 Fe ഉണ്ടല്ലേ, അപ്പോൾ ഇവിടെ 6 Fe ആക്കുക. അപ്പോൾ 6 Fe2+ Cr2O7 ഇവിടെ 2 Cr ഉണ്ട്, അപ്പോൾ ഇവിടെ 2 Cr ആക്കാൻ ഇവിടെ × 2 ചെയ്യാം. gives 6 Fe3+ 2 Cr3. ഇനി ഫോർത്ത് സ്റ്റെപ്പ്. Now equate ionic charges on both sides of the equation. Since the reaction takes place in acidic medium, use H+ ions to balance charges.
Here, the net ionic charges on LHS is plus 10 and that at RHS is plus 24. So add 14H plus on LHS to equate ionic charge. അപ്പോൾ ഇനി നമ്മൾ ഇക്വേഷൻ്റെ രണ്ട് സൈഡും അയണിക് ചാർജസ് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ അസിഡിക് മീഡിയ ആയ കാരണം നമ്മൾ H+ അയോൺസിനെയാണ് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അയണിക് ചാർജ് എന്ന് പറയുന്നത് plus 10 ആണ്, റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ plus 24 ആണ്. അപ്പോൾ നമ്മൾ 14H+ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ബാലൻസ് ആവില്ലേ? കുറച്ച് കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്റ്റെപ്പ് 3 ഇക്വേഷൻ. ഇവിടെ ആദ്യം തന്നെ നമുക്ക് LHSൽ എത്ര നമ്പർ ഓഫ് അയോൺസ് ഉണ്ടെന്ന് നോക്കാം. 6 × 2 12 പ്ലസ് ഇവിടെ 2 എണ്ണം കുറഞ്ഞു, 2 മൈനസ് എന്നാണ്. അപ്പോൾ ഇവിടെ 10 ഉണ്ട്, 10 അയോൺസ് LHSലുണ്ട്. ഇനി RHSൽ എത്ര ഉണ്ടെന്ന് നോക്കാം. 6 × 3 18 പ്ലസ് എന്നാണ്. അപ്പോൾ 18 എണ്ണം ഇപ്പം ഉണ്ട്. ഇനി 2 × 3 6, അപ്പോൾ 18 + 6 24 RHSലും ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, നെറ്റ് അയണിക് ചാർജ് ഓൺ LHS is +10 and that on RHS is +24. അപ്പോൾ ഇവിടെ 24 ആണ്, ഇവിടെ 10 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 14 കൂടി എന്ന് വെച്ചാൽ ബാലൻസ് ആവില്ലേ? ഇവിടെയും 24 ആവും, ഇവിടെയും 24 ആവും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യണത്. 6Fe2+ പ്ലസ് Cr2O72- പ്ലസ് 14H+. അസിഡിക് മീഡിയ ആയ കാരണം H+നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 14 ആണ് അയോൺസ് വേണ്ടത്, അതുകൊണ്ട് 14H+ gives 6Fe3+ പ്ലസ് 2Cr3+. Step 5. Now make the numbers of hydrogen atoms in the expression on two sides equal by adding H2O molecules to the reactants or products. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ആറ്റംസ് രണ്ട് സൈഡും ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റിയാക്ടൻസിലോ അല്ലെങ്കിൽ പ്രൊഡക്ട്സിലോ എവിടെയാണോ ഹൈഡ്രജൻ്റെ ഡെഫിഷ്യൻസി ഉള്ളത് അവിടേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യും. എത്ര എമൗണ്ട് ആണോ വേണ്ടത് അത്ര എമൗണ്ട് വെള്ളം ആഡ് ചെയ്യും. Now also check the number of oxygen atoms. 6Fe2+ plus Cr2O72- plus 14H+ gives 6Fe3+ plus 2Cr3+ plus 7H2O. അപ്പോൾ നമ്മൾ റിയാക്ടൻസ് ആയാലും പ്രൊഡക്ട്സ് ആയാലും ഹൈഡ്രജൻ ആറ്റംസ് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഹൈഡ്രജൻ്റെ ഡെഫിഷ്യൻസി ഇല്ല അവിടേക്ക് നമ്മൾ H2O കൊണ്ട് ഇടും. എത്ര എമൗണ്ട് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര എമൗണ്ടും. അതിൻ്റെ ഒപ്പം എത്ര നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റമാണ് ഡെഫിഷ്യൻ്റ് ഉള്ളത് അതും കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് 7H2O വന്നത് പറഞ്ഞുതരാം. 4th സ്റ്റെപ്പിൽ നമുക്ക് 14H+ ആയിരുന്നു റിയാക്ടൻ സൈഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 14 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ H+ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ H2O ആഡ് ചെയ്യണത്. ആ H2Oയിൽ തന്നെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 14H+ ആണ് ലെഫ്റ്റ് സൈഡിലുള്ള. അപ്പോൾ ഇവിടെയും 14 ഹൈഡ്രജൻ തന്നെ വേണം റൈറ്റ് സൈഡിൽ. അതിന് വേണ്ടിയിട്ട് 7 ഇൻറ്റു ചെയ്താൽ പോരെ. 7 ചെയ്യുമ്പോഴാണ് 2 ഹൈഡ്രജനായിട്ട് 14 ആവും മൊത്തത്തിൽ. പിന്നെ Cr2O72- 7 ഓക്സിജൻ ഉണ്ട്. ആ 7 ഓക്സിജൻ തന്നെ നമുക്ക് റൈറ്റിലും കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 7H2O എന്ന് കൊടുത്താൽ 14 ഹൈഡ്രജനും കിട്ടും, 7 ഓക്സിജനും കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്, ബാലൻസ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ എല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാം ബാലൻസ് ചെയ്തു, വൃത്തിയായിട്ട് ചെയ്തു, ഏത് മെത്തേഡാണോ ആ മെത്തേഡിൽ ചെയ്തു, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എത്തി. ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അല്ല പോകേണ്ടത്. അവിടെ വെരിഫൈ ചെയ്യുക ഓക്സിഡേഷൻ നമ്പർ രണ്ട് സൈഡും ഈക്വൽ ആണോ, ഈക്വൽ എമൗണ്ട് ഓഫ് ആറ്റംസ് തന്നെയാണോ രണ്ട് സൈഡ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് വെരിഫൈ ചെയ്തിട്ടേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പാടുള്ളൂ. അതാണ് ഞാൻ അവിടെ എഴുതുന്നത്. അറ്റ് ലാസ്റ്റ് വെരിഫൈ ഓക്സിഡേഷൻ നമ്പർ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും ഓക്സിഡേഷൻ നമ്പറിൻ്റെ അളവും ആറ്റംസിൻ്റെ അളവെല്ലാം ഈക്വൽ ആണോ എന്ന് നോക്കുക. ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആറ്റംസ് സെയിം എമൗണ്ടിലുണ്ടോ എന്ന് നോക്കാം. ഇവിടെ 6 Fe ഉണ്ട്, ഇവിടെയും 6 Fe ഉണ്ട്. ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഇവിടെയും 2 ക്രോമിയം ഉണ്ട്. ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, ഇവിടെയും 7 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 14 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 14 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ എല്ലാം ഈക്വൽ ആണ്. ആറ്റംസിൻ്റെ നമ്പർ എല്ലാം ഈക്വൽ ആണ്. ഇനി ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ആണ് നോക്കാം. 6 × 2 + 12 ഉണ്ട്, 12. ഇനി -2 പിന്നെ +14. അപ്പോൾ 12 - 2 എന്ന് പറയുമ്പോൾ 10 + 14 എന്ന് പറയുമ്പോൾ 24. അപ്പോൾ ഇവിടെ 24 ഉണ്ട് കേട്ടോ LHSൽ. ഇനി RHSൽ എന്താ ഉള്ളത് നോക്കാം. 6 × 3 18 പ്ലസ് 2 × 3 6. അപ്പോൾ 18 + 6 24. ഇവിടെ പിന്നെ ചാർജസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അവിടെ 0. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും 24 റൈറ്റ് സൈഡിലും 24. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വെരിഫൈ ചെയ്യുക ഓക്സിഡേഷൻ നമ്പർ ശരിയാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാലൻസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ലാസ്റ്റ് വെരിഫൈ ചെയ്തിട്ടേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി 9th പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ റൂൾസ് ഫോർ അസൈനിങ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഫ്രീ ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഇസ് 0. ഫ്രീ അല്ലെങ്കിൽ അൺകമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് O2 Cl2 S8 P4 Al Na Mg N2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ നമ്പർ ആ എലമെൻറ്റിൻ്റെ 0 ആയിരിക്കും.
സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫോർ അയോൺസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഓൺലി വൺ ആറ്റം ഓക്സിഡേഷൻ നമ്പർ ഇസ് ഈക്വൽ ടു ദ ചാർജ് ഓൺ ദി അയോൺ. അപ്പോൾ ഒരു ആറ്റം തരികയാണ്, അതിന് അയോൺസ് ഉണ്ട്, അതായത് ഇപ്പോൾ പ്ലസ് അല്ലെങ്കിൽ 2+ അല്ലെങ്കിൽ 3+2 മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ചാർജ് വരുന്നുണ്ടെങ്കിൽ ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ആ അയോണിൻ്റെ ചാർജ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് നോക്കാം, ഓക്സിഡേഷൻ നമ്പർ ഓഫ് Na+ ഈക്വൽ ടു Na+ൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആണ്, കാരണം ഇവിടെ പ്ലസ് സൈൻ വരുന്നുണ്ട്. പിന്നെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mg2+ എന്ന് പറയുന്നത് +2 ആണ്. Al3+ൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +3 ആണ്. O2- എന്ന് പറയുന്നത് -2 ആണ്. ഇനിയിപ്പോൾ N3- എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -3 ആണ്. ഓക്കെ, ഇനി അടുത്ത തേർഡ് പോയിന്റ്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ മോസ്റ്റ് ഓഫ് ദ കമ്പൗണ്ട്സ് ഇസ് -2. മോസ്റ്റ് ഓഫ് ദ കമ്പൗണ്ട്സിലും ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ്. മോസ്റ്റ് ഓഫ് ദ കമ്പൗണ്ട്സ് എക്സെപ്ഷൻസ് ഉണ്ട്, എവിടെയാണെന്ന് നോക്കാം. ഇൻ H2O2 അതായത് പെറോക്സൈഡ്സിലൊക്കെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. അതാണ് നമ്മൾ മുമ്പ് കണ്ടത്. പിന്നെ ഇൻ OF2 ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇസ് +2. OF2ൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആണ്. O2F2ൽ O2ൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആണ്. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്ലൂറിൻ ഇസ് ഓൾവേസ് -1. ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ വന്നാലും -1 ആണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇസ് +1. മോസ്റ്റ് ഓഫ് ദ കേസസിലും ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജനിലും നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസസിലാണ് +1 എന്ന് പറഞ്ഞത്. അപ്പോൾ എവിടെയാണ് എക്സെപ്ഷൻ വരുന്നത് നോക്കാം. ഇൻ ഹൈഡ്രൈറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇസ് -1. NaH LiH. അപ്പോൾ ഹൈഡ്രൈറ്റ്സിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്, NaHും LiHും പോലെയുള്ളത്. ഇനി സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൽക്കലി മെറ്റൽ ഇസ് ഓൾവേസ് +1 ആൻഡ് ദാറ്റ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഇസ് ഓൾവേസ് +2. ആൽക്കലീൻ മെറ്റൽസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1 ആയിരിക്കും, ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ +2 ആയിരിക്കും. ഇനി സെവൻത്ത് പോയിന്റ്, സം ഓഫ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ ന്യൂട്രൽ മോളിക്യൂൾ ഓർ compound will be equal to 0 and for a charged species sum of oxidation number will be equal to the given charge. അപ്പോൾ കുറേ എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് ഒരു ന്യൂട്രൽ മോളിക്യൂളാണെന്ന് വിചാരിക്കുക, അതായത് അതിന് കഴിഞ്ഞിട്ടൊരു ചാർജ് ഇല്ല. H2O ഒക്കെ പോലെ H2Oന് മേലെ ഒരു ചാർജ് ഇല്ലല്ലോ, പക്ഷേ Cr2O7 2- 2- എന്ന് പറഞ്ഞ ചാർജ് വരുന്നുണ്ട്, അങ്ങനെ കേട്ടോ. അപ്പോൾ ന്യൂട്രൽ മോളിക്യൂളിനൊക്കെ എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി അതൊരു ചാർജ് സ്പീഷീസ് ആണെന്ന് വിചാരിക്കുക, അതായത് Cr2O7 2- പോലെ. അപ്പോൾ 2- എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ടല്ലേ, അപ്പോൾ അതിലുള്ള എല്ലാ എലിമെൻറ്റ്സിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എത്രയാണ് ആ ചാർജ് തന്നേനെ അതിന് ഈക്വൽ ആയിരിക്കും. അതായത് Cr2O7 2- എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓരോ എലിമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്തിട്ട് ഈക്വൽ ടു -2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയായിരുന്നു ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്ന ഏരിയാസ് ഇതൊക്കെയാണ്. ഇനി നമ്മൾ റിഡോക്സ് റിയാക്ഷൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ടിൽ ദെൻ താങ്ക് യു.